നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് വിവാഹം വേണ്ട. ഈ വിവാഹം എന്നല്ല, എനിക്ക് ശരിക്കും വിവാഹം കഴിക്കാനേ ഇഷ്ടമല്ല. കാരണം വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിലല്ലേ പെൺകുട്ടികളുടെ ജീവിതം. അങ്ങനൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല അച്ഛാ. ഈ വിവാഹം നടന്ന എനിക്ക് അശ്വിന്റെ ഒപ്പം അമേരിക്കയിലേക്ക് പോവേണ്ടി വരും. പിന്നെ ഒരിക്കലും ഈ വീട്ടിലേക്കൊരു തിരിച്ചുവരവുണ്ടാവില്ല. വിവാഹ തീയതി നിശ്ചയിച്ച് പത്രിക വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങും. അച്ഛൻ വിവാഹത്തിന് ആളുകളെ ക്ഷണിക്കും. വീടിന് മുന്നിൽ വലിയ അലങ്കാര പന്തലൊരുങ്ങും. ദൂരെയുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തും. മന്ത്രി പ്രതാപവർമ്മയുടെ മകൾ ഋതിക വർമ്മയുടെ വിവാഹമാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവരും അറിയും. അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമുണ്ടായെന്ന് വരില്ല. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നും അച്ഛനെ പിരിഞ്ഞ് ഈ മോൾക്ക് വീട്ടിൽ നിന്ന് എവിടേക്ക് പോവാനാവില്ലെന്നും അശ്വിനോടോ അശ്വിന്റെ വീട്ടുകാരോടോ അല്ല പറയേണ്ടത്. എന്റെ മനസ്സിലുള്ളത് അച്ഛനോട് തന്നെ തുറന്നു പറയണം. ഇനി എന്ത് വന്നാലും ശരി, വിവാഹ തീയതി നിശ്ചയിക്കുന്നതിന് മുൻപ് അച്ഛനോട് ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും. എന്റെ വിഷമം മനസ്സിലാക്കിയ അച്ഛൻ തന്നെ ഈ വിവാഹം വേണ്ടെന്ന് വെക്കും. ഈയിടെയായി അച്ഛൻ എന്റെ മനസ്സ് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യവും അച്ഛൻ മനസ്സിലാക്കും. മനസ്സിലാക്കില്ലേ? വർമ്മ എവിടെ? വർമ്മ സാറിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സാറ് റെഡിയാവുന്നേ ഉള്ളൂ. പരമേശ്വരൻ സാറേ, ശുഭമുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്. അദ്ദേഹം റെഡിയായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി തിരുമേനി. അച്ഛാ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. പറയൂ. അച്ഛനോട് ഈ കാര്യം വന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അച്ഛനോട് ഇത് ഞാൻ എപ്പോ പറയാനാ? അച്ഛൻ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. നീ എന്താ കാര്യം എന്ന് വെച്ചാൽ തെളിച്ചു പറയേ. ഇങ്ങനെ ചുറ്റി വളച്ച എങ്ങനെയാ? അച്ഛാ, എനിക്ക് വിവാഹം വേണ്ട. ഈ വിവാഹം എന്നല്ല, എനിക്ക് ശരിക്കും വിവാഹം കഴിക്കാനേ ഇഷ്ടമല്ല. കാരണം വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിലല്ലേ പെൺകുട്ടികളുടെ ജീവിതം. അങ്ങനൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല അച്ഛാ. എനിക്ക് അച്ഛന്റെ മോളായി എന്നും ഈ വീട്ടിൽ ജീവിക്കാൻ ആഗ്രഹം. വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞ ഞാൻ എന്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യും. അച്ഛൻ പിന്നെ ഇന്ന് എന്നിൽ നിന്ന് അകലെയായിരിക്കും. അച്ഛന് എന്റെ എല്ലാം.
എനിക്ക് അച്ഛനെ പിരിയുന്നത് ഓർക്കാൻ കൂടി വയ്യ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? ദയവ് ചെയ്ത് അച്ഛനെ ചടങ്ങ് നടത്തരുത്. അശ്വിനോടും അച്ഛനമ്മമാരോടും ഞാൻ കാര്യം സംസാരിക്കാം. അവരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എനിക്ക് ഈ കല്യാണം വേണ്ട അച്ഛാ. ഈ കല്യാണം വേണ്ട. എന്തെങ്കിലും എന്റെ അച്ഛന് എന്നോടുള്ള ദേഷ്യം മാറുമെന്ന പ്രതീക്ഷയോടെ ആർക്കും ഒരു ശല്യമാവാതെ ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞോളാം. എന്നെ പറഞ്ഞു വിടരുത് അച്ഛ. ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത്. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛന്റെയും അമ്മയുടെ സ്നേഹം എന്താണെന്ന് പോലും അറിയാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു നിർഭാഗ്യവതിയായ മകളുടെ അപേക്ഷ ഇത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഹലോ ഹലോ, കേൾക്കുന്നില്ല? ഹലോ, എന്തായി കിട്ടിയോടാ? കിട്ടിയമ്മേ. അവള് പറയേണ്ടതൊക്കെ പറഞ്ഞു, പക്ഷേ കേൾക്കേണ്ടവർ കേട്ടില്ലല്ലോ. പാവം. ഇതുവരെ ഞാൻ എടുത്ത വീഡിയോസ് ഒന്നും വേണ്ടപ്പോ പ്രയോജനപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത് പ്രയോജനപ്പെടും. നമുക്ക് നോക്കാടാ. ആവശ്യമുള്ളപ്പോ ഉപയോഗിക്കാൻ ഇങ്ങനെ ചില ആയുധങ്ങൾ കയ്യിലുള്ളത് നല്ലതാടാ മോനെ. എന്തായാലും നീ താഴേക്ക് ചെല്ല്. ശരി. ചെല്ല്. ഇന്ന് എന്റെ മകളുടെ വിവാഹ പത്രിക കുറിക്കുന്ന ചടങ്ങടക്കാൻ പോവാ. കുറച്ച് ദിവസത്തേക്ക് ഞാൻ തിരക്കിലായിരിക്കും. ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ രാജുവിനെ വിളിച്ചാ മതി. ഓക്കെ? പ്രതാപ, ദേ അശ്വിനും പാരന്റ്സും എത്തി. അവര് ഹാളിലുണ്ട്. നീ താഴേക്ക് വാ. ചേച്ചി, ഋതികയുടെ വിവാഹം മുന്നിൽ നിന്ന് ചേച്ചി വേണം നടത്താൻ. നീ ധൈര്യമായിട്ടിരിക്കും പ്രതാപ. ഒന്നിനും ഒരു കുറവും വരുത്താതെ ഈ ചേച്ചി നോക്കിക്കോളാം. പോരെ? കല്യാണ പെണ്ണിന്റെ അച്ഛൻ ഇങ്ങനെ വൈകി വരുന്നത് ശരിയാണോ? ചെക്കന്റെ അമ്മ നേരത്തെ വന്നിട്ട് പെണ്ണിന്റെ അച്ഛനെ കുറ്റം പറയുന്നത് ശരിയാണോടോ പരമേശ്വര? തിരുവായ്ക്ക് എതിർവായില്ലെന്നല്ലേ, അതുകൊണ്ട് തൽക്കാലം ഞാൻ മൗനം പാലിക്കുന്നു. ഒറ്റ ഉത്തരം കൊണ്ട് രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തി. അതെനിക്ക് ഉറപ്പായി. അല്ല, എവിടെ എന്റെ ഋതുമോള്? ഋതുമോളെ ഞാൻ ഇപ്പൊ വിളിച്ചിട്ടാ ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.